കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഒരു മൈസൂർ മസാല ദോശ റെസിപ്പി ഇടാനാണ് പോണം. അപ്പോൾ അത് മൈസൂർ ഉണ്ടാക്കുന്ന മസാല ദോശയ്ക്ക് ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ഉണ്ട്. ഞാൻ എല്ലായിടത്തും മസാല ദോശ ഉണ്ടാക്കണം കണ്ടിട്ടുണ്ട്, നമ്മൾ കഴിച്ചിട്ടുമുണ്ട്. പക്ഷെ ഈ മസാല ദോശയിൽ അവർ ആ മസാല വെക്കുന്നതിന് മുമ്പ് ദോശയുടെ മുകളിലൊരു റെഡ് കളറിലൊരു സമന്തി പരത്തുന്നുണ്ട്. അതാണ് ആ മസാല ദോശയുടെ ടേസ്റ്റ് കൊടുക്കണം. അതുകൊണ്ടാണ് അതിന് മൈസൂർ മസാല ദോശ എന്ന പേര് വരാൻ കാരണം അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഞാനിത് മൈസൂരിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഹെൽപ്പർ എനിക്ക് കാണിച്ചു തന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അവർ ആ ദോശയുടെ മേലെ ഒരു മുളക് ചമ്മന്തി തേക്കും. അതാണ് അതിൻ്റെ ടേസ്റ്റ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 5-6 മുളക് വെള്ളത്തിലിട്ട് വേഗം അരയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഈ മുളക് ഇതിടുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ മല്ലി. ഇതെല്ലാം കൂടി ഞാനൊന്ന് അരച്ചിട്ട് വരാം. ഇപ്പോൾ ഞാൻ ആദ്യം ഒരു സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. 1 ടീസ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ എണ്ണ കേട്ടോ. 1 ടീസ്പൂൺ കടുക് ഇടുകയാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞു. കുറച്ച് ജീരകം ഇടുക. അത് ഒരു 1/2 ടീസ്പൂൺ ഇടുക ജീരകം കേട്ടോ. ഇനി ഇടാനുള്ളത് കുറച്ച് ഉഴുന്നുപരിപ്പ്. ഉഴുന്നുപരിപ്പ്, കുറച്ച് കടലപ്പരിപ്പ്. ഇതിട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറക്കുക. കുറച്ച് കറിവേപ്പില ഇടുക. ഇനിയിപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞു കേട്ടോ. ഒരു പച്ചമുളക്. ഇനി ഒരു വലിയ ഉള്ളി, ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി. ഇതിട്ട് വറക്കുക. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ജീരകത്തിൻ്റെയും കറിവേപ്പിലയും. എന്നിട്ടിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണ സമയത്ത് കുറച്ച് ഇതിലേക്ക് ഉപ്പിടും. ഞാനിപ്പോൾ ഇതൊരു 4 ചെറിയ ഉരുളക്കിഴങ്ങ്, ചെറുതെന്ന് പറഞ്ഞാൽ പൊടിയുള്ളതല്ല, ഒരു സ്മോൾ മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് ഇങ്ങനെ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിതാണ് ഞാനിതിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇട്ടിട്ട് ഒന്ന് ഇളക്കണം. ഇളക്കിയ ശേഷം ഞാൻ ഇതിനെ ഒന്നും കൂടി ഒന്ന് എൻ്റെ സ്മാഷർ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് പൊടിക്കുകയാണ്. ഒന്നെല്ലാം കൂടി ചേരാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്കിത് ഒരുപാട് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ ഇത് കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാനെന്താ ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾ ഇടുകയാണ്. അപ്പോൾ എൻ്റെ മസാല ഒന്ന് നന്നായി റെഡിയായി വരികയാണ്. ഇതിലേക്കിപ്പോൾ ഉപ്പുമുണ്ട്, പാകത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പൊന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിത് വളരെ ഡ്രൈ ആയി തോന്നുന്നുണ്ട്. ഞാൻ ലേശം വെള്ളം ഒഴിക്കാൻ പോകണം. ഒരുപാട് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചു. അപ്പോൾ അതൊന്ന് ഇപ്പം അതും വറ്റി വരും. ഇപ്പം എൻ്റെ മസാല റെഡിയായി. ഇത് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മസാലയാണ്. ഇനി എങ്ങനെയാണ് ദോശ ഉണ്ടാക്കിയിട്ട്, ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏർപ്പാടൊന്നും ഞാൻ
എൻ്റെ കയ്യിലുള്ള മാവ് വെച്ചിട്ട് ഞാൻ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. ദോശ നമ്മൾക്ക് എല്ലാവർക്കും എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അറിയാലോ, പക്ഷെ അത് നല്ല ക്രിസ്പി ആയിട്ട് വരണം. അപ്പോൾ അതിന് ഞാൻ ഇനി എൻ്റെ ദോശക്കല്ല് വെച്ച് ചൂടാക്കട്ടെ. ഇപ്പം ഞാൻ ദോശക്കല്ലൊക്കെ വെച്ചു. കല്ല് നല്ലോണം ചൂടാവണം. ഇപ്പം എന്താ ഞാൻ ദോശ വരട്ടുക. ഇങ്ങനെ ദോശ നന്നായി ഫുള്ളായിട്ട് പരത്തുക. കണ്ടു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ശരിക്ക് നെയ്യ് തന്നെയാണ് മസാല ദോശയ്ക്ക് ഒഴിക്കേണ്ടത്. നല്ല ടേസ്റ്റി ആയിട്ട് മസാല ദോശ വേണമെങ്കിൽ ഇതൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇത്തിരി നല്ലോണം നെയ്യ് ഒഴിക്കുക. ഇപ്പോൾ നെയ്യിനെ എല്ലാവിടേക്കും ഞാനൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്തു. നല്ല മുരിഞ്ഞ് വരണം. ഈ സമയത്ത് ഞാൻ അരച്ച ആ റെഡ് സമ്മന്തി ഇതാ, ഇത് അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു മല്ലി ജീരകം ഇതൊക്കെ വെച്ച് അരച്ചുമല്ലോ, ഇതിങ്ങനെ മുഴുവനും തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെയാണ് നമ്മൾ മസാല വയ്ക്കാൻ പോണത്. അടിപൊളി മസാലയാണ്. ഇനി ഇതിനെ ഫോൾഡ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ടേസ്റ്റി ക്രിസ്പി മസാല ദോശ റെഡിയായി. മൈസൂർ മസാല ദോശ. അതിൻ്റെ പ്രത്യേകതയാണ് ഞാൻ അരച്ച സമന്തി ഉണ്ടല്ലോ, അതും. ഇനി ഞാൻ ഇതിനെ പ്ലേറ്റിലാക്കിയിട്ട് സെർവ് ചെയ്യണം കൂട്ടുകാരെ. അപ്പം ഇതിൻ്റെ മുകളിൽ വെക്കട്ടെ. ഒരു ദോശയും കൂടെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിക്കാം. ദോശക്കല്ല് നല്ലോണം ചൂടായിരിക്കുന്ന സമയത്താണ് ചെയ്യേണ്ടത്, എന്നാൽ നന്നായി വരും. രണ്ടാമത്തേലും തന്നെ നെയ്യ് ഒഴിച്ചു. ഈ മസാല ദോശയ്ക്ക് വേണ്ട ടേസ്റ്റ് ഇതാണ്. ഇനിതാ ഈ മസാല തേക്കുകയാണ്. മൈസൂർ മസാല ദോശയുടെ പ്രത്യേകതയാണ് ഈ ഒരു റെഡ് കളർ സമന്തി. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. ഇത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ചെയ്യണത്. ഇപ്പം ഞാൻ പാലക്കാടൊക്കെ മസാല ദോശ കഴിക്കാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെയൊന്നും ആരും ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷെ ഇത് അതിൻ്റെ ടേസ്റ്റ് നല്ലോണം കൂട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ മസാല വയ്ക്കുക. ക്രിസ്പി മസാല ദോശ റെഡിയായി. ഇപ്പോൾ 2 മസാല ദോശ റെഡിയായി. ഇനി ഇത് കൂട്ടി തിന്നാൻ എന്താണ്? ഇപ്പോൾ എൻ്റെ മൈസൂർ മസാല ദോശ റെഡിയായി. ഇത് ചട്നി പിന്നെ സാമ്പാർ ഒക്കെ വെച്ചിട്ട് കഴിക്കും. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല, ഞാൻ ചട്നി മാത്രമേ അരച്ചിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും എൻ്റെ ഈ മസാല ദോശ അങ്ങനെ പൊട്ടിച്ചിട്ട് ഞാനിത് വായിലിട്ട് തരികയാണ്. എല്ലാവരും ഒന്ന് കഴിക്കൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, എനിക്ക് ഫീഡ്ബാക്ക് തരിക. കർണാടകക്കാരുടെ സ്പെഷ്യൽ മൈസൂർ മസാല ദോശ കഴിക്കാൻ വേണ്ടി ഓരോരുത്തരും മൈസൂർ പോകും. ഇന്നാൾ ഒരു ആരാണത്, മുകേഷ് അംബാനിയോട് ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണ്, എവിടെ പോയിട്ടാണ് നിങ്ങൾ കഴിക്കുക എന്നൊക്കെ. അപ്പോൾ അയാൾ ബോംബെയിലാണെങ്കിലും അയാൾ പറയാണ്, എനിക്ക് മൈസൂർ മസാല ദോശയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അത് ബോംബെയിൽ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഞാൻ അത് കഴിക്കാൻ വേണ്ടി പോകുന്നു. അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ടത് അത്രേ. ഇത് ഞാനൊരു ഇൻ്റർവ്യൂവിൽ കണ്ടു.
അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്, ആ സമ്മതിയൊക്കെ ഇട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ആ ഒരു സമ്മന്തി പ്രിപ്പറേഷൻ വളരെ ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ.